ബജറ്റ് 2025 പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മളെപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇതുവരെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പുതിയ ടാക്സ് റേറ്റ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഉണ്ടാവില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത. പ്രത്യേകിച്ച് സാലറീഡ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 12,75,000 രൂപയിൽ താഴെയാണ് സാലറി വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് വേറെ ടാക്സ് ഒന്നും അടക്കാനുണ്ടാവില്ല. അത് ഹൗസ് ഹോൾഡ് കൺസംഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം. ഇതിൻ്റെ കണ്ടീഷൻസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, അടുത്ത ആഴ്ച പുതിയ ഇൻകം ടാക്സിൻ്റെ ബില്ല് വരാൻ വേണ്ടി പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വന്നു കഴിഞ്ഞാൽ ഇനി അതിനകത്ത് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഉള്ളതെന്ന് കണ്ടറിയാം. പിന്നെ ഈ TDS ബന്ധപ്പെട്ടിട്ട് കച്ചവടക്കാർക്കൊക്കെയുള്ള ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. 2,40,000 രൂപക്ക് മുകളിൽ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യും. അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അപ്പോൾ TDS, ഈ വിദേശ പഠനത്തിന് പോകുന്ന ആൾക്കാർക്ക് TCS കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ആദായ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വർഷത്തെ ബജറ്റ് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, തൊട്ടടുത്ത വീഡിയോയിൽ വരാം. ഓൾ ദി ബെസ്റ്റ്.